അപ്പൊ ഗൈസ് നമ്മള് നിലമ്പൂർക്ക് ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. നമ്മുടെ കൂടെ സെബിന്റെ, ഡോയിന്റെ, പുതയിലുണ്ട്, ഫവാസ്. ഇപ്പൊ നമ്മളെങ്ങോട്ടാ പോണ്? നിലമ്പൂരിക്കൂടി നമ്മളെങ്ങോട്ടാ പോകുന്നത്? അറിയില്ല. നമ്മള് നിലമ്പൂര് പോയിട്ട് പിന്നെ നമ്മള് ഊട്ടി പോകുന്നു. കറങ്ങി തിരിച്ചിരുന്നു. മുള്ളി വഴി ആ സീസൺ ഉണ്ട്, ആ ടൈമിൽ മാത്രമേ പറഞ്ഞേക്കുള്ളൂ. സീസൺ അല്ലേ ഓഗസ്റ്റ്? ക്യാമറ ഇലക്ട്രിക് ചേരൊക്കെ എടുക്കണം കരുതാ. എവിടെ നോക്കിയാലോ അതേ കണ്ടിരുന്നു. ഇലക്ട്രിക് ഒക്കെ നിറഞ്ഞോളൂ. കാറൊക്കെ നല്ല മെച്ചമുണ്ട്. മെച്ചണോ ലാഭാണ്. കാരണം എന്താ ചെയ്യോ, ഓയിൽ സർവീസ് അറിയണത് അതിനില്ല. ആകെ ടയറ്, ബ്രേക്ക് പേഡ് മാത്രമേ ഉള്ളൂ. പിന്നെ മൈലേജും കുറവല്ലേ കാറിന്. ബാറ്ററി ആവുമ്പോ ഇതിന് അത്യാവശ്യം മൈലേജും ഉണ്ട്. ഇതുണ്ട്, കിലോമീറ്റർ കമ്മിയാണ്. ബൈക്ക് പറഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടുന്നതുകൊണ്ട് വലിയ മെച്ചം ഉണ്ടാവില്ല. ഈ ചേതക്കിന്റെ വണ്ടി ഉണ്ടല്ലോ, ചേതക്ക് അടിപൊളിയാ. കാരണം അതിന്റെ ബോഡി മെറ്റലാണ്. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് കമ്പനി പറയുന്നുണ്ട്. വാഗനറിന് എത്ര പറഞ്ഞോളൂ? പലക്കന്റെ കൂടെയാണ് 20-22. ക്ലാസ് കൂടി ഇതൊന്നും ടക്കുന്ന കേസില്ലാതെ പോയാ. ഹലോ ഗൈസ്, നമ്മള് എന്താ പറയാ, നമ്മള് നിലമ്പൂർക്ക് ഇറങ്ങിയാണ്. നിലമ്പൂർ ഇട്ടിട്ട് പിന്നെ ഊട്ടിക്ക് പോകാന്ന് പറഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് നമ്മള് വന്നിരിക്കുന്നത് കക്കാടംപൊയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ആയിട്ട് ചെറിയ നമ്മള് പൊറോട്ടയും ചായയും കഴിക്കാൻ കയറിയാണ്. ഇപ്പൊ എന്തെങ്ങനെയുണ്ട് നോക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? സെറ്റാണ്. പുള്ളിയാണ് അടിപൊളിയല്ലേ? ഇഷ്ടമായില്ലേ? 2-3 കടയിൽ നിർത്താൻ പറഞ്ഞ് നിർത്തിയില്ല. അപ്പൊ അതില് വലിയ ക്ലാസ്സിൽ ചായ ഇട്ടുന്ന കടയിൽ നിർത്തി. വലിയ ക്ലാസ്സിൽ ചായ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിർത്തി തന്നാണ്. പൊറാട്ടയ്ക്ക് കറി ചൂട്. അവിടെ ബില്ല് കൊടുക്കണ്ട, പുറത്ത് നോക്കാം. പൈസ അനക്ക് വലിയ ക്ലാസ്സിൽ ചായ കിട്ടിയോ? നാണക്കാരനാണ്. വ്ളോഗ് ഇടരുത്. അതിന് നമ്മളൊന്നും ബാഡൊന്നും പറഞ്ഞല്ലോ. നമുക്ക് ഇഷ്ടമായില്ല, അത്രേ ഉള്ളൂ. പിന്നെ വലിയ ക്ലാസ്സിൽ ചായ കിട്ടി, അതാണ് ആകെ ഒരു ബെനിഫിറ്റ് ഉണ്ടായത്. ഇവനാണ് വലിയ ക്ലാസ്സിൽ ചായ കിട്ടി. വീഡിയോ ക്ലിക്കായി വെച്ചു. മറ്റാൾക്ക് കച്ചവടം കൂടി നമ്മള് ഹോട്ടലിന്റെ പേരൊന്നും പറഞ്ഞല്ലോ. അവിടെ ഇതിന്റെ മേലെ കയറാം. എന്താണ് റീല് കളിക്കലല്ലേ? ആയിസിനാണ് ക്യാമറ മുന്നിൽ കയറുന്നത്. 500 ചെട്ടിന് കൊടുത്താലും 1000 കൈ കിട്ടുന്നു. ഇല്ലല്ല, ഞാൻ നിങ്ങളെ ആയിസിനും പുള്ളിയിലാണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് രണ്ടൊക്കെ ക്യാമറ മുന്നിലാണ്. ഗോയിങ് ടു കുരിശുമല. പറ. 800 സ്പോൺസർ ചെയ്താല് നടക്കാന്നോ? അങ്ങനെ. ഓക്കെ.
വാങ്ങ് കാറല്ലേ ഇതായിരിക്കും നാട്ടുകാരേക്കും കാറ് പോകും നാട്ടുകാരല്ല ഓർമ്മ ഓക്കെ ഗൈസ്, ഫൈനലി നമ്മള് കക്കാടംപൊയിൽ എത്തിയിരിക്കുകയാണ്. കക്കാടംപൊയിലേ ഇതാണ് കക്കാടംപൊയിലെ നമ്മള് ട്രക്കിങ് ചെയ്യാൻ പോവാണ്. നേതൃത്വം വഹിക്കുന്നത് ഫുദൈൽ സാറാണ്. എങ്ങനെ ഇല്ലടാ, നമ്മളിങ്ങനെ നടക്കുമ്പോ വന്നു കാറ് കൊണ്ട് വന്നു. ക്യാമറയിൽ സംസാരിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ ഫുദൈൽ എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറഞ്ഞു. എന്ത് വാക്ക് പറയുന്നത്? അവിടെ കേറിയോ കിട്ടുന്നുണ്ടല്ലേ വാക്ക് പറയാൻ. 2 കുപ്പി വെള്ളമൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. ഈ പയ്യനെ ഇഷ്ടപ്പെടുന്നവർ താഴെ കമന്റ് ചെയ്യുക. നമ്പർ ഞാൻ തരുന്നതാണ്. പെണ്ണ് നോക്കുന്നുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ഈ ഭാഗത്തുനിന്ന് ഉള്ള സുന്ദരികളായ പെൺകുട്ടികൾ ബന്ധപ്പെടുമ്പോ സൈബിലുള്ളതും കിട്ടും. അതിന് വേണ്ട ബന്ധപ്പെടുത്തും. അതങ്ങനെയാണ്. ഇവരൊക്കെ കൊണ്ടുവന്നാണ് പോൾക്ക്. കുന്നണ്ടപ്പോ തന്നെ അടുത്തന്നെ ചായ പണ്ടത്തെ ആരെങ്കിലും പാടില്ല. പണ്ടല്ല കയറിയാക്കിയാണ്. അമ്പോ നായാടം പോയി കുരിശുമലയെക്കുറിച്ച് മറ്റ് സൗന്ദര്യമായ പ്രദേശമാണ്. ടൂറിസം ഓർഗനൈസേഷൻ. ഈ ഇവരുണ്ട് പറ. അതാണ് പവറേഷ് മേലിന് കിതക്കുന്ന വീഡിയോ കൂടി നമുക്ക് ആവേശത്തിൽ ഓടിയനിതാ ഇടുപ്പില് കയ്യും വെച്ചെടുക്ക. ബാക്കൊക്കെ 2 എന്തൊക്കെ ബുദ്ധികളാണ് ഇത് ചെയ്യാൻ. എന്താ മണ്ണാർക്കാട്ടിന് മാത്രം അവകാശപ്പെട്ടാട്ടോ ഇങ്ങനത്തെ ബുദ്ധികൾ. ചിലിപ്പാടത്തിന്റെ സ്വന്തം ഫൈസിന്റെ ഓരോ ബുദ്ധികളാണ്. കുറച്ച് ശ്വാസം വിട്ട് പറഞ്ഞാലും ശ്വാസം കിട്ടും. രബി പവറേഷാണ്. ടോപ്പിലെത്തിട്ട് നിൽക്കുള്ളൂ. അന്ന് ഞങ്ങളൊക്കെ കഥച്ചിട്ടും രവി ഇറങ്ങാണ്ട. അടാ നമ്മളെ വണ്ടി കയറ്റി വിടൂലടാ. എവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ഹെലികോപ്റ്റർ വാങ്ങണം. എന്നാ പിന്നെ ഒരേ റോഡിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് മുകളിൽ നോക്കിയാ പോരെ. അത് ശരിയാണല്ലോ. പിന്നെ എന്തിനാ മലയേറും. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല സയൻസ് എന്താ അറിയുന്നറിയോ? സയൻസ് മാത്രം കാട്ടി കളയുട്ടോ. കൈ പിടിച്ചു ഇവരും കഴിച്ചു. പവർ പവർ പവറ് രണ്ടാം പവറല്ലേ? ഇന്നേച്ച് താങ്ങില്ല. ചെക്കന്മാരെ ഐസാടാ. അമ്മാര് റേഞ്ച് ഇല്ലാത്തോണ്ട് അപ്പൊ പൈസ തരാം. കാണും അല്ലേ വരുമ്പോഴും ഇറങ്ങണോ?
അതൊക്കെ എതിർന്ന് ചേർന്ന് കാണുന്ന വരല്ലേ മല കാണുന്നവരെ അനക്ക് എതിരെ കാണുന്ന അതേരെ സ്ഥിതി എവിടെ സ്ഥിതിയിലൊക്കെ പോയാ ചേച്ചി അവിടെ കയറിയിട്ട് ഇപ്പൊ പോസ്റ്റ് കാണുന്നുണ്ടാവും ഓടി ചേർന്നിട്ട് അവിടെ മൊത്തം അതാണ് നമ്മുടെ വണ്ടി കിടക്കുന്ന അവിടെ. കണ്ടില്ലേ ഇടയ്ക്ക് കുഴപ്പമില്ല, മിക്സറൊക്കെ ഉണ്ട്. കായലോരിങ്ങനെ പോകും കായലത്ത് അല്ലല്ല വണ്ടി പോയ ഈ വൈ പൊട്ടൂല. ഇറക്കൂല. കഥച്ചിന് പോയി വണ്ടി ഇരുന്ന് ഇങ്ങനെ പോകുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. ഇറങ്ങുമ്പോ ഒന്നുമില്ല, ഫുള്ളേനെ കടത്തുന്നുണ്ട്, അതിന്റെ മേലെ കേറിയിരിക്ക വിളിച്ച കാറ്റ് കെട്ടിക്കോളൂ. അത് ഇറങ്ങുമ്പോഴൊന്നും പറഞ്ഞു അയ്യോ പോവല്ലേ പോവല്ലേ പോവല്ലേ. ആ പുതിയ വന്നിക്കണോ അങ്ങോട്ട്? ഇങ്ങനെ കൊല്ലയുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ കൊല്ലയിൽ കൊണ്ടുപോയി. അതാ അവിടെ ഷാൾത്തുമ്പോ അതാണ് പോത്ത്, ഷാജാൻ പോത്തിന് ശേഷം ഫവാസ് പോത്ത്. നല്ലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത് വല്ലാത്തൊരു ഇതായിരുന്നു. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ഇതാക്കിയിട്ടല്ല ഇത് വന്നത്, പക്ഷെ ഇതിന്റെ ഒരു ഇത് കാരണം നമ്മള് ഇതായി അല്ലേ. എന്തേലും തൊള്ളിക്കൊണ്ട് പറയുമ്പോ അങ്ങനത്തെ കുറച്ച് അത്രേ ഉള്ളു, വേറെ ഒന്നും അറിയില്ല. അമ്മേ ഓൻ അവിടെ കിടക്കുന്ന ആ വീഡിയോ നമുക്ക് വേണ്ട, എക്സ്ക്ലൂസീവ് അതാണ്. ഇതൊക്കെ അവിടെ കിടക്കുന്നതാണോ നോക്കട്ടെ. അവൻ്റെ കയ്യില് സാധനം കിട്ടിയിട്ടുണ്ട്. ഒന്നും റെക്കോർഡില്ല പണ്ടാരോ, ഇത്ര നേരം റെക്കോർഡില്ല, വെറുതെ പിടിച്ചിരിക്കുന്നു. ഏതാ വൈബ് കളറോ ക്യാമറ കാണുന്നുണ്ടല്ലേ. അടുത്തെടുക്കാം. ആ
വട്ടപ്പാടി അവിടെ പോയിട്ട് ആ കുന്നേറിയ മഴയത് അതിന്റെ സംഭവം ഏതാ സീനാന്നറിയോ? പ്രത്യേകം ആയിഷ പിന്നെ ഈ ചക്കപ്പാലം ഞാനാണ് ഹലോ എടുത്തോ. ആ എന്തേ രസം കിട്ടാണേ കാണാൻ. അടുത്ത് നമ്മൾ ആ ഉരുൾപൊട്ടിയ സ്ഥലത്തിലൂടെയാണ് കേറിയതാ റൂമിലേക്ക് അങ്ങോട്ടേക്ക്. അവിടെ ഉണ്ടോ കൊറേ ആൾക്കാരിക്കുന്നേ? പക്ഷേ വഴി അറിയുന്ന ഈ ഉരുൾപൊട്ടിയ വഴിയാണ്. തടിയാൻ എനിക്ക് ഈ മല കയറാൻ വയ്യത്രേ. ചെങ്ങ ആരോഗ്യം ഉണ്ടല്ലോ. ഈ ഇന്റെ കോലം നോക്കിയേ, എന്റെ കോലം നോക്കി, ദബ്ബന്റെ കോലം നോക്കി. നിങ്ങൾ ഇങ്ങനെ ആരോഗ്യമുള്ള ആൾക്കാര് ഇത് കയറാൻ വയ്യില്ലെങ്കില് കൊളസ്ട്രോള് അതിനെങ്ങനെ എണ്ണക്കടി തിന്ന് അടിച്ചു മാറ്റല്ലേ. ഇങ്ങോട്ട് വാ 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 എണ്ണക്കടി അനിപ്പ വാ വാ ദാ അവിടെ അത്രേ ഉള്ളൂ. പോര് പോര് അത്രേ ഉള്ളൂ. വാ വാടാ ഗൈസ്, നമ്മള് ഈ മല കയറാൻ പോവാണ് നെക്സ്റ്റ്. കാട്ടിലൂടെയൊക്കെയാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു അതാ ഉരുൾപൊട്ടിയ സ്ഥലം ഉണ്ടാവും. തീരെ നമ്മള് പോകുന്നത് അവിടെ
കോടിയത്തിരി ചേർത്തല്ലടാ സഹായിക്കാമോ? ഈ സാധനം കയറാൻ പോവാണ്. ഒന്നിന്റെ ഒരു കൊട്ടി പഠിച്ചിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു കയറ്റം കാണാം. എന്തായാലും എക്സ്ക്ലൂസീവ് ആണ് സാധനം. കേറി 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 ഒരേഷ് അമ്പോ തിരിച്ച് വണ്ടി ഓട്ടണമെങ്കിൽ അത്യാവശ്യം എന്തൊക്കെയാടാ അത്. പോസ്റ്റ് നോക്കിയാലോ, റിഫ്ലക്ഷൻ വരുന്നത് നോക്കിയാലോ. ഏതോ ഉരുൾപൊട്ടൽ വന്ന വഴിയാണിത്. ഇതേതോ ഉരുൾപൊട്ടൽ ഉണ്ടായതാടാ. അതെ പോകണം. Finally we reached the top. ഫവാസ്ക് വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലി ഈ റീച്ച് ചെയ്യാം. തുടങ്ങുമ്പോഴൊന്നും ഇല്ല. ആ കണ്ണട ഊരി അറിയാ കരയാന്ന്. ഇല്ല ഞങ്ങൾ അടുത്ത മണിയോട് കയറുക. ചെറുക്കന്മാർ നൈറ്റില്ലേ ബോക്സ് എടുത്തിട്ട് അങ്ങനെ ആ ബംഗാളികളാണ്.
ഫവാസ് കാക്ക താഴെ ഇരിക്കുന്നുണ്ട്. ആ കൈ വെക്കുന്നേ ആയിരിക്കുന്നു. ഇതായിട്ടില്ലടാ. कोई डीजे थोड़ी ना, बाकी सब बड़े पैसा रेडियो हैंडल कर लेगी। क्लासिक वाली। So, you'll set the mood. Let's step on the stage. Select song radio and എവിടെ? ആ ഫൈനലി നമ്മൾ ഇറങ്ങി വരികയാണ്. സ്റ്റാമിന കൂടും, പെണ്ണിനെ കണ്ടാൽ സ്റ്റാമിന കൂടുമല്ലോ. അറിയില്ല. മഴന്റെ ഒരു കുറവ് പോയോ? തീരെ ക്ഷീണിച്ചിട്ടില്ല ഞങ്ങള്. ആ പിന്നെ കണ്ട മുഖം കഴിയും. എനിക്ക് കേറിയാലല്ലേ ക്ഷീണിക്കുള്ളൂ. ഫൈനലി നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ വണ്ടിയിലേക്ക്. എങ്ങനെയാണോ ഇന്നോവയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി നമുക്ക് യാത്ര ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, ഏതോ ഇന്നോവയിൽ ഏതോ കിട്ടറക്കാട്ട് ഇന്നോവ എന്ന് പറഞ്ഞാൽ AC ഇട്ട് നമ്മള് സുഖമായിട്ട് പോയി. ഇത് നമ്മൾ തിക്കും തിരക്കും പറ എങ്ങനെയാ നമ്മുടെ മലകയറ്റം? കൊള്ളാം, സെറ്റ്. അത്യാവശ്യം ഒന്നുകൂടി വരല്ലേ? വരുമ്പോ ഒരു 5 ലിറ്റർ വെള്ളം 5 ആൾക്കാർ കൂടി കൂട്ടാം. 5 ലോഡിങ് ഒന്നും വരരുത് കേട്ടോ. ഇതൊന്നും വരില്ല. അയ്യോ, കൊറേ ചെയ്തോട്ടത് ടയറിന്റെ
കണ്ണു മാത്രം